കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ കഴിയുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. ഹല്ലേലൂയ. ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത് അനുഗ്രഹമാണ്. കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. ഹല്ലേലൂയ. മോശയോട് പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. ഹല്ലേലൂയ. ഓരോ ഭവനത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ, ദൈവത്തിൻ്റെ വചനമുണ്ടോ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അവിടെ ഒരു ആക്സസ് ഉണ്ട്, ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. അവിടെ വിടുതലുണ്ട്, അനുഗ്രഹമുണ്ട്. ഈ സമയം കർത്താവിൻ്റെ സന്നിധി നമുക്ക് വീണ്ടും ആയിരിക്കാം. ഞാനല്ല, എന്നോടുകൂടിയുള്ള എൻ്റെ ദൈവത്തിൻ്റെ കൃപയത്രേ. ഹല്ലേലൂയ. ആ കൃപ നമ്മോടുകൂടെ ഉണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളത് ചിലപ്പോൾ അത് മനസ്സിലാക്കാതെ പോകും. എന്നാൽ നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവം. ഹല്ലേലൂയ. ആ ദൈവം ഒരിക്കലും കൈവിടുന്നില്ല. ഞാനോ ലോകാവസാനത്തോളം ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ആ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ പാറ, ആ ഉറപ്പുള്ള പാറയിലാണ് നമ്മുടെ അടിസ്ഥാനം. അതിനാധാരമായ ഒരു വാക്യം വായിക്കുന്നത് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 2, 3, 4 വാക്യങ്ങളിലെ വാക്യം വായിക്കാം. എല്ലാവരും സമുദ്രത്തൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ആ പാറ ക്രിസ്തു ആയിരുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ. പ്രഭാത സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളെ അനുഗമിക്കുന്ന ഒരു പാറ കർത്താവേ, ആ ജീവനുള്ള പാറയിൽ എടുക്കൽ വന്ന കർത്താവേ, ജീവനുള്ള കല്ലുകളായി തീരുവാൻ കർത്താവേ, അടികളെ കർത്താവേ, നീ അവിടുന്ന് ലോക സ്ഥാപനത്തിന് മുമ്പേ വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഈ പ്രഭാത സമയം സന്ധ്യാസമയമായി നിന്റെ പാദപീഠത്തിലിരിക്കുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിച്ചാട്ടെ, ബലപ്പെടുത്തിക്കാട്ടെ. ബലമുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ിലേക്കുള്ള പെരുവഴികളുള്ള വചന പ്രകാരം കർത്താവേ, ഹല്ലേലൂയ, അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച് കർത്താവേ, ആത്മീയ പാറയിൽ നിന്ന് കുടിച്ച് കർത്താവേ ശക്തരായി തീരുവാൻ പ്രാതസമയം കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ സാന്നിധ്യത്തിനായി സ്തോത്രം കർത്താവേ. എല്ലാ മാനവമൂത്തും കർത്താവേ, അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. ജീവൻ എന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയായി കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ സ്തോത്രം. അവിടുന്ന് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, അവൻ വാക്കു മാറുന്നില്ല. ഹല്ലേലൂയ. ആ ദൈവത്തെ നാം ആരാധിക്കുന്നത്, ആ ദൈവം നമ്മോടുകൂടി ഇരിക്കുന്ന ദൈവമാണ്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു, അവരെ അനുഗമിച്ച ഒരു ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. പലപ്പോഴും നമ്മളെ ഈ പാറ അനുഗമിക്കുന്നുണ്ട്. ചെങ്കടലല്ലേ, എന്ത് വലിയൊരു അത്ഭുതമായിരുന്നു. ആ വലിയ ചെങ്കടലിനെ അങ്ങോട്ട് കർത്താവ് വിഭാഗിച്ചിട്ട് ഫറവോനെയും സൈന്യത്തെ അതിനകത്ത് മുക്കിക്കളഞ്ഞിട്ട് അവർ തപ്പെടുത്ത് ഭയങ്കര ആരാധന അങ്ങ് തുടങ്ങി. കർത്താവേ, നീ വലിയവൻ, നല്ലവൻ, വിശ്വസ്തൻ എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ അങ്ങോട്ട് ആരാധിച്ചു തുടങ്ങി കഴിഞ്ഞ ഉടനെ ഇസ്രായേൽ മക്കൾക്ക് വന്ന ഒരു പരീക്ഷയുണ്ട്. ഹല്ലേലൂയ. അവർ 3 ദിവസം മരുഭൂമിയിൽ കൂടെ എന്ത് ചെയ്തു? വെള്ളമില്ലാതെ ഉഴന്ന് നടന്നു. അവസാനം എന്ത് ചെയ്തു? വെള്ളം കിട്ടി. വെള്ളം കിട്ടിയപ്പോഴേ ഒരു പ്രശ്നം, ആ വെള്ളം എന്ത് ചെയ്യുക? കയ്പുള്ളത്. ഹല്ലേലൂയ. എന്നാലേ ആ അത്ര ചെറിയൊരു പരീക്ഷ അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പുറപ്പാട് പുസ്തകത്തിലെ അവിടെ എഴുതിയിരിക്കുന്ന, അവിടെ വെച്ച് അവർ ദൈവത്തെ എന്ത് ചെയ്തു? പരീക്ഷിച്ചു. ഹല്ലേലൂയ. ആ ദൈവത്തെ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിലാണ് എഴുതിയിരിക്കുന്നത്. എന്ത് കുടിക്കും എന്ന് പറഞ്ഞ് അവർ ദൈവത്തോട് അങ്ങ് മത്സരിക്കാൻ തുടങ്ങി. എന്നാൽ അവരെ ദൈവം കൊണ്ടുവന്നപ്പം അവരോട് ഒരു ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കാര്യം പെട്ടെന്ന് അവർ അങ്ങ് മറന്നുപോയി. ഹല്ലേലൂയ. വാക്യത്തിൽ ഒരു വാക്യമുണ്ട്, കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന്റെ മഹത്വം, കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മുടെ കർത്താവ് അങ്ങനെ കൊണ്ട് വെളിപ്പെട്ട് വരത്തില്ല. വചനം പറയുന്നത് ഇസ്രായേലിന്റെ ദൈവം എന്ത് ചെയ്യാം? മറിഞ്ഞിരിക്കുന്ന ദൈവം. പലപ്പോഴും നമ്മുടെ ആ കർത്താവിന്റെ ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ, അയ്യോ എന്നെ ഓർക്കുന്നില്ലയോ കർത്താവേ, അയ്യോ എന്നെ അങ്ങ് മറന്നുപോയോ, എൻ്റെ കാര്യത്തിന് എന്തോ ഒരു വിടുതൽ, നമ്മളങ്ങ് ഭാരപ്പെടും. ഈ ഓരോ സമയം നമ്മൾ ഭാരപ്പെടുന്ന സമയത്തും വചനം പറയുന്നത് എന്താ? നമ്മൾ ദൈവത്തെ പരീക്ഷിക്കുക. ഈ പത്രോസ് 16-ാം അധ്യായത്തില് പത്രോസിനോട് പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഹല്ലേലൂയ. അപ്പൊ ഈ പാറ, അവിടെ എഴുതിയിരിക്കുന്നത്, പത്രോസിനോട് പറഞ്ഞു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അവിടെ പത്രോസ് എന്ന് പറഞ്ഞ ഒരു പാറ കഷ്ണമാ, ഒരു ചെറിയ പാറ കഷ്ണം. പെട്രോസ് എന്നുള്ള വേർഡാണ്. പത്രോസിന്റെ പേരിട്ടത് തന്നെ കർത്താവാണ്. പെട്രോസ്, പാറ കഷ്ണം. എന്നാൽ ക്രിസ്തു പാറ, പെട്രോയിൽ ഞാൻ എന്ത് ചെയ്യുക? എൻ്റെ സഭയെ പണിമെന്നാ എഴുതിയേ. ഈ കുറച്ച് പാവങ്ങൾ അതൊക്കെ കേട്ടിട്ട് പത്രോസിന്റെ മേല സഭ പണിയുന്നെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ഓരോ റൂള് ഒക്കെ നമുക്കറിയാം. അവരൊക്കെ ഇവിടെ നമ്മുടെ ഇടയിലാണ് നമ്മളും ജീവിക്കുന്നത്. എന്നാൽ ഈ പത്രോസിനെ നോക്കിക്കോട്ടെ. ഈ പത്രോസ് ഒരു ബാല്യക്കാരത്തി സ്ത്രീയുടെ അടുക്കെ വന്നപ്പോഴും എന്ത് ചെയ്തു?
3 പ്രാവശ്യം ഈ കർത്താവിനെ എന്ത് ചെയ്തു? തള്ളി പറഞ്ഞു ഇല്ലേ? കർത്താവിനെ തള്ളി പറഞ്ഞു. പിന്നെ ഒടുവിൽ എന്ത് ചെയ്തു? പിന്മാറ്റത്തിലോട്ടും പോയി. വലയം എടുത്തുകൊണ്ട് എൻ്റെ പഴയ പണിക്ക് വരെയും പോയതാ ഈ പത്രോസ്. ഹല്ലേലൂയ. ഈ പത്രോസിന്റെ നമ്മൾ സഭ പണിതായിരുന്നു നമ്മുടെ അവസ്ഥ എന്തായിരുന്നേന്? സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, സങ്കീർത്തനം 62 അവൻ എൻ്റെ പാറ എൻ്റെ രക്ഷയുമാകുന്നു. 62:6 എൻ്റെ ഗോപുരം അവൻ തന്നെ, എൻ്റെ സങ്കേതവും ദൈവത്തെങ്കിലാകുന്നു, ഞാൻ ഏറെ കുലുങ്ങയില്ല. ഇല്ലേ? അവിടെ അങ്ങനെയല്ലേ പറഞ്ഞേ? ഞാൻ കുലുങ്ങയില്ല. ഈ പത്രോസിന്റെ മുകളിൽ നമ്മുടെ സഭ പണിതിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? ഇന്നേ കുലുങ്ങി നമ്മൾ പോയേനെ. എന്നാൽ ക്രിസ്തു ആവുന്ന ആ പാറയിൽ മേലാണ് കർത്താവ് സഭയെ പണിതിരിക്കുന്നത്. ഹല്ലേലൂയ. ആ പാറയിൽ നിന്നാണ് നാം കുടിക്കുന്നത്. ഇവിടെ ഈ മാറയിൽ വന്നപ്പോൾ അവർ ആ കർത്താവിനെ അങ്ങ് മറന്നുപോയി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോഴേ അവിടെ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ അകക്കണ്ണൊന്ന് കാണാൻ സാധിച്ചില്ലെങ്കിൽ, അദൃശ്യമായ ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ സാധിച്ചില്ലെങ്കിൽ, നമ്മളെ കരുതുന്ന ഒരു ദൈവത്തിന്റെ ആ സാന്നിധ്യം നമുക്കൊന്ന് അനുഭവിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം ദൈവത്തെ എന്ത് ചെയ്യാം? ഡൗട്ടായി, ഹല്ലേലൂയ, കൺഫ്യൂഷനായി, സംശയിച്ചുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ പലപ്പോഴും പലതും ഒക്കെ സംസാരിക്കും. പക്ഷെ അത് കർത്താവിന് ഭയങ്കര അത് വചനം പറയുന്ന അവർ പിന്നെയും ഇസ്രായേലിന്റെ പരിശുദ്ധനെ എന്ത് ചെയ്തു? മുഷിപ്പിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾക്ക് ഓരോ പരീക്ഷ എടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ പരീക്ഷയിലും ദൈവത്തിന് എന്ത് ചെയ്യാം? ഓരോ പോക്കുവഴിയുമുണ്ട്. ദൈവം വിശ്വസ്തനാണ്. അവൻ പരീക്ഷയോടുകൂടെ എന്ത് ചെയ്യാം? അതിനുള്ള സൊല്യൂഷനും കൂടെ കർത്താവോട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ മാറായി വന്നപ്പോൾ ആ പരീക്ഷ കർത്താവ് ഒന്ന് ടെസ്റ്റ് ചെയ്തതാ ഇവരെങ്ങനെ ഇങ്ങനെ ഇവരുടെ കൂടെ ഒരു ദൈവം ഉണ്ടോ? ആ ദൈവത്തെ ഇവർ മറന്നുപോയോ? ആ സാന്നിധ്യം ഇവർക്ക് അനുഭവിക്കാനും സാധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടെസ്റ്റുകളൊക്കെ കർത്താവ് തരും. ഹല്ലേലൂയ. ആ സമയത്ത് എന്ത് ചെയ്തു? പിറുപിറുക്കാൻ പാടില്ല. ഹല്ലേലൂയ. അവർ പിറുപിറുത്തപ്പോൾ കർത്താവിന് എന്ത് ചെയ്യുക? കർത്താവിന്റെ മഹത്വം കുറയുക. സാത്താൻ നോക്കിയപ്പോൾ കണ്ടില്ലയോ, നിന്റെ മക്കൾ എന്ത് ചെയ്യുന്നു? നിനക്കെതിരെ പിറുപിറുക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവിന്റെ മഹത്വം എവിടെ പോയി? സാത്താൻ എടുത്തുകൊണ്ട് പോകും. ഹല്ലേലൂയ. നാം ദൈവത്തിന് സ്തുതി കാണുമ്പോൾ എന്റെ ദൈവം എന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എന്റെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം മാർ. ഹല്ലേലൂയ. ആ വിശ്വാസത്തിന്റെ വചനം നാം അങ്ങോട്ട് ഏറ്റു പറയുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഈ പരീക്ഷയിൽ വന്നപ്പോഴേ മോശ എന്ത് ചെയ്തു? മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് ആലോചന ചോദിച്ചു. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിൽ തന്നെയുണ്ട്, അതിന്റെ 8-ാം വാക്യത്തില്, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവീൻ, ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ഹല്ലേലൂയ. ഏത് സമയവും ശരണത്തിനായി ഓടി വരുവാൻ ഹല്ലേലൂയ ആ ക്രിസ്തുവാകുന്ന പാറയിൽ ഒരു സങ്കേത പട്ടണമായി അവിടുന്ന് നമ്മുടെ മധ്യ ഉണ്ട്. ഹല്ലേലൂയ. അതാണ് അവന്റെ വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ചിട്ട് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി കടന്നുപോയൊരു മഹാപുരോഹിതനുണ്ട്. ആ കൃപാസനത്തിൽ അവൻ എന്ത് ചെയ്യാം? മഹാപുരോഹിതനായിട്ട് അവിടുന്ന് എന്ത് ചെയ്യാം? വാസം ചെയ്യുന്നു. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ ധന്യമായ ഒരു ജീവിതം വേറെ എങ്ങുമില്ല. നമ്മളെപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവർ വേറെ ആരുമില്ല. ഹല്ലേലൂയ. ഇവിടെ ദൈവം എന്ത് ചെയ്തു? ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. ഇസ്രായേൽ മക്കളുടെ ആ പ്രയാണത്തില് അവരെ സംഭവത്തിന്റെ ഇടയിലും കർത്താവായ യേശു ക്രിസ്തു അവരുടെ മേലിൽ ഉണ്ടായിരുന്നു. അവർ അങ്ങോട്ട് മുമ്പോട്ട് യാത്ര ചെയ്തപ്പോൾ പാറ വെള്ളമില്ല ആകെ ഉള്ളത് എന്താ? ഒരു പാറ. മോശയോട് പറഞ്ഞു, പാറയെ അടിക്കുവീൻ. ഹല്ലേലൂയ. ആദ്യം പാറയെ അടിക്കാൻ പറഞ്ഞു, പിന്നെ അടുത്ത് വന്നപ്പോ പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു. ആ ശ്രദ്ധയോട് വാക്ക് കേട്ട് അനുസരിച്ചപ്പോൾ അവർക്ക് അവിടെ എന്ത് ചെയ്തു? വിടുതൽ സംഭവിച്ചു. ഹല്ലേലൂയ. ഈ മാറായ ദൈവം എന്ത് ചെയ്തു? മധുരമാക്കി തീർത്തു. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു കർത്താവിന്റെ ഒരു ദാസി ഉണ്ടായിരുന്നല്ലോ. ആ ദാസി ഇതുപോലെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ പോയപ്പോ, ഇനി എന്റെ പേര് ഇനിയും നവോമി എന്നല്ല, എന്നെ ഇനി എന്ത് ചെയ്യണം? മാറ എന്ന് വിളിക്കണം. ഹല്ലേലൂയ. ആ നവോമി അതുപോലെ വേദന വിട്ട് ഹല്ലേലൂയ പരീക്ഷ. എന്നാൽ നവോമിക്ക് അറിയില്ലായിരുന്നു. ഹല്ലേലൂയ. ഒരു ജൂത്തിനെ ദൈവം അവിടെ എന്ത് ചെയ്തു? ഒരുക്കി വെച്ചിട്ട് ഭാവി കാര്യത്തിനു വേണ്ടി. ഹല്ലേലൂയ. അവൾ മുഖാന്തരം ഭവനം എന്ത് ചെയ്തു? കർത്താവായ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ ഹല്ലേലൂയ ഒരു ലിസ്റ്റില് ആ പേരും വരുവാൻ. മത്തായിയുടെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷവും ഒക്കെ ആ വംശാവലി നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ രൂത്തിന്റെ പേരും കൂടെ ഉണ്ട്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു ഗ്രാൻഡ് മദറായി തീരുവാൻ
കർത്താവ് എന്ത് ചെയ്തു? അവിടെ ഒരു പദ്ധതി ഒരുക്കി വെച്ചിരുന്നു. പലപ്പോഴും നാം വിചാരിക്കും, എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ ഒരു പാതയിൽ കൂടി നടത്തുന്നു? കർത്താവെ, എല്ലാ വഴികളും അടഞ്ഞത് തോന്നല്ലോ. ഹല്ലേലൂയ. ശലോമോൻ പറയുന്നു, എന്ത് ചെയ്യാം? എല്ലാറ്റിനും ഒരു കാലം, നടുവാനൊരു കാലം, നട്ടത് പറിപ്പാനൊരു കാലം. ഹല്ലേലൂയ. ആ കാലത്തിനനുസരിച്ച് നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നടത്തുന്നതിനനുസരിച്ച് നാം അങ്ങോട്ട് മുമ്പോട്ട് നീങ്ങുന്നെങ്കിൽ, ഹല്ലേലൂയ, ഭയപ്പെടാൻ ഒന്നുമില്ല. കർത്താവിൽ ആശ്രയമാണോ? ഹല്ലേലൂയ. അവിടുന്ന് നാം ലജ്ജിക്കുവാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. നമുക്ക് മുമ്പോട്ട് വരുമ്പോഴേ ഈ പാറയിൽ നിന്ന് എങ്ങനെ നമുക്ക് കുടിക്കാം, എങ്ങനെ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം, അതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്ട്. ഹല്ലേലൂയ. പത്രോസിനോട് പറഞ്ഞു, എന്ത് ചെയ്യാ? സ്വർഗരാജ്യത്തിന്റെ താക്കോൽ മത്തായി 16:18 നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പത്രോസിനോട് പിന്നെ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഹല്ലേലൂയ. അതായത് ക്രിസ്തുവാകുന്ന ആ പാറമേൽ, ഹല്ലേലൂയ, നാം അടിസ്ഥാനമുണ്ടെങ്കിൽ കർത്താവിന്റെ വചനം പറയുന്നു, അവനെ തന്നെ മൂലക്കല്ലാക്കി നിങ്ങളെ എന്ത് ചെയ്യാം? ആ അടിസ്ഥാനത്തിന്മേൽ പണിതുകൊണ്ടിരിക്കുക. അതായത് ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ നിങ്ങൾ വന്നിട്ട് നിങ്ങളും എന്ത് ചെയ്യണം? ജീവൻ പ്രാപിക്കണം. ഹല്ലേലൂയ. ആ ക്രിസ്തുവിൽ നിന്ന് ഒഴുകുന്ന, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ സ്നേഹം, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ കൂടെ അങ്ങോട്ട് കടന്നു പോകുമ്പോൾ നമ്മയും ദൈവം എന്ത് ചെയ്യുക? അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കിക്കൊണ്ടിരിക്കുക. ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് ദൈവം എന്ത് ചെയ്യുക? സന്തോഷിക്കുന്നത്. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകത്തിലെ, യെശയ്യാവിന്റെ പ്രവചനത്തിലെ 28-ാം അധ്യായത്തിലെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന 16-ാം വാക്യത്തില്, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. ഹല്ലേലൂയ. 2 കല്ലുണ്ട്. ഒരു കല്ല് ശോധന ചെയ്ത കല്ല്, അടുത്ത കല്ല് വിലയേറിയ മൂലക്കല്ലായി ഒരു അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. ഹല്ലേലൂയ. നാം വിശ്വസിക്കുക, ക്രിസ്തുവാകുന്ന മൂലക്കൽ, ഹല്ലേലൂയ, ആ അടിസ്ഥാനത്തിന്മേൽ നമ്മളെ ഓരോരുത്തരെയും എന്ത് ചെയ്യുക? കർത്താവ് പണിതുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ കർത്താവിന്റെ കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയേറിയ മൂലക്കല്ലായിട്ട് അവിടെ കർത്താവായ യേശു ക്രിസ്തു ഉണ്ടെങ്കിൽ നമ്മളെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ ശോധന ചെയ്ത കല്ല്. ഹല്ലേലൂയ. ചെത്തി വെടിപ്പാക്കി. ശോധന ചെയ്തെന്ന് പറഞ്ഞാൽ വെട്ടുകുഴിയിൽ വെച്ച് ചെത്തി മിനുക്കി, ഹല്ലേലൂയ, പണിതുകൊണ്ടിരിക്കുന്ന ഒരു കല്ല്. അതിനെ എന്ത് ചെയ്യുക? ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. അതിനെ എന്ത് ചെയ്യുക? അതിനെ തീയിൽ കൂടിയൊക്കെ ശോധന ചെയ്ത്, ഹല്ലേലൂയ, വലിയൊരു കല്ലാക്കി കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ നാം ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ നമ്മളെ പണിതുകൊണ്ടിരിക്കുക. ആ കർത്താവിന്റെ മണവാട്ടി വരുമ്പോ ആ തേജസ്സേറിയ സിയോനിൽ, ഹല്ലേലൂയ, ആ യെരൂശലേം, പുതിയ യെരൂശലേം ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ അതിനകത്ത് ഒരു കല്ലായിട്ട് ദൈവം നമ്മെ എന്ത് ചെയ്യാം? ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതാണ് ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവൻ പ്രാപിക്കണം. ഹല്ലേലൂയ. ആ ജീവൻ നമ്മളിലേക്ക് എങ്ങനെ പ്രാപിക്കാൻ സാധിക്കും? ഹല്ലേലൂയ. ഈ അടിസ്ഥാനത്തിന്മേൽ നാം പണിതിരിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നാം പ്രാപിക്കുകയും, ഹല്ലേലൂയ, കർത്താവിനനുസരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവ് നടത്തുന്ന ആ നടത്തിപ്പിനനുസരിച്ച് മുമ്പോട്ട് നാം പോകുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ദൈവം പറയുന്നു, ഹല്ലേലൂയ, ഞാൻ നിന്നെ എന്ത് ചെയ്യുക? ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഞാൻ നിന്നെ എന്ത് ചെയ്യുക? ഒരു നിവാസമാക്കി മാറ്റിയിരിക്കുന്നു. ആ വാക്യം വായിക്കും. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലെ 18 മുതൽ വായിക്കുമ്പോൾ, അവൻ മുഖാന്തരം നമുക്ക്, ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കും നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. ആമേൻ. ഹല്ലേലൂയ. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ഹല്ലേലൂയ. നാം ഒന്നായിത്തീരണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ നമ്മെയും ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കുക. ഹല്ലേലൂയ. ഇവിടെ ഒന്നാക്കി തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ അഭാവം, ക്രിസ്തുവിന്റെ ആ സ്വഭാവം, കർത്താവിന്റെ മണവാളൻ ഏത് വാല്യൂ ആണ് മണവാളനുള്ളത്, അതിനനുസരിച്ചുള്ള ഒരു വാല്യൂ സിസ്റ്റത്തിൽ മണവാട്ടിയെ എന്ത് ചെയ്യുക? ഉയർത്തിക്കൊണ്ടുവരിക. ഇല്ലേ? വിവാഹം കഴിക്കുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ പല കാര്യങ്ങളൊക്കെ നോക്കും. ഇല്ലേ? ക്വാളിഫിക്കേഷൻ ഉണ്ടോ, ഹൈറ്റ് ഉണ്ടോ, അതെല്ലാം ഒത്തുവരുന്നുണ്ടോ,
ആ സ്റ്റാറ്റസിനനുസരിച്ച് പോകാൻ സാധിക്കുന്നുണ്ടോ? പലപ്പോഴും വിവാഹമൊക്കെ നടക്കാതിരിക്കുന്നതിനൊക്കെ കാര്യങ്ങൾ ഇതാ, പല സ്റ്റാറ്റസിനനുസരിച്ച് അങ്ങോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ആ വാല്യൂവിനനുസരിച്ച് സിസ്റ്റത്തിലുള്ള മണവാട്ടിയും ആ ഒരു വാല്യൂ സിസ്റ്റത്തിലാകുമ്പോൾ മാരേജൊക്കെ എളുപ്പം കഴിയും. എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കുക, ആ ആ ഒരു യഥാർത്ഥ ഒരു അലൈൻമെന്റിൽ വന്നില്ലെങ്കിൽ ഹല്ലേലൂയ ചിലപ്പോൾ നടക്കാതെയും വരും. അതുകൊണ്ടാണ് കർത്താവിന്റെ മണവാളനായിരിക്കുന്ന സ്വഭാവം ഹല്ലേലൂയ മണവാട്ടിക്ക് ഉണ്ടാകണം. അവളെ എന്ത് ചെയ്യുക? കഴുകി വെടിപ്പാക്കിക്കൊണ്ടിരിക്കുക. ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ അവർക്ക് എന്ത് ചെയ്യുക? കൃപ ലഭിച്ചു. ആ കൃപ ലഭിച്ച കൃപയ്ക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ക്രിസ്തുവിൽ വളർന്നെങ്കിൽ മാത്രമേ കർത്താവിനൊരു നിവാസമായി ആ പാറമയിൽ നമ്മളെ പണിത കർത്താവിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തില് അവർ എല്ലാവരും ഒരേ ആത്മീയ പാരം 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തില് അതിന്റെ നമ്മൾ വായിച്ച 3-ാം വാക്യത്തില് അവർ എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. ഒരേ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഈ രാവിലെ സമയം ആ ക്രിസ്തുവാകുന്ന പാറയിൽ നിന്നും എങ്ങനെ നമുക്ക് കുടിക്കാൻ പറ്റും? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. ഈ രാവിലെ നാം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, അതൊരു വിശ്വാസമായി പരിണമിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിന്റെ വചനം പറയുന്നു, അവിശ്വസിക്കുന്നത് ഹല്ലേലൂയ ഒരു ജീവനുള്ള നദിയായി നമ്മളിൽ നിന്ന് ഒഴുകും. ഹല്ലേലൂയ. അവന്റെ അടുക്കൽ വന്ന് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആ ജീവനാകുന്ന ക്രിസ്തുവിൽ നിന്ന് നാം എന്ത് ചെയ്യണം? ജീവൻ പ്രാപിക്കണം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ ലാസർ മരിച്ചവനായിരുന്നു. അവിടെ കർത്താവ് എന്ത് ചെയ്തു? വാക്യം വായിക്കും. അതിന്റെ 24-ാം വാക്യത്തിലെ 11-ന്റെ വാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശുവോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാവുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇവിടെ ഒരു ഡിക്ലറേഷൻ കർത്താവ് പറഞ്ഞു. പക്ഷെങ്കിൽ ഈ ലാസർ ഉയർത്തോ? ഇല്ല. ലാസർ പിന്നെയും എന്ത് ചെയ്യുക? കല്ലറയിൽ ഇരിക്കുക. പക്ഷെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ട്. ഇവിടെ അതിന്റെ 40-ാം വാക്യത്തില് യേശുവോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. വീണ്ടും ആ ഒരു വിശ്വാസം എന്ത് ചെയ്യുന്നു? ഈ മാർത്തയുടെ ഉള്ളിലോട്ട് വരുന്നില്ല. അവൾ പറയുന്നത് എന്താണ്? മരിച്ചവന്റെ സഹോദരിയായ മാർത്ത 39-ാം വാക്യത്തിലെ, കർത്താവേ, നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ. പലപ്പോഴും നമ്മുടെ ലോജിക്ക് കൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും ഒക്കെ നാം ദൈവത്തെ ലിമിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അങ്ങോട്ട് പ്രവർത്തിക്കാൻ വരാനില്ല. ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം, ഒരു വിത്ത് നിലത്ത് വീണെങ്കിൽ അതിന് സൂര്യപ്രകാശവും വെള്ളവും ചൂടും ഒക്കെ ലഭിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? ആ വിത്ത് വളർന്നു വരികയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ ആ ദൈവത്തിന്റെ വചനമാവുന്ന വിത്ത് നമ്മുടെ ഉള്ളിൽ വീണെങ്കിൽ, അവിശ്വാസത്തിന്റെ ചില ആ മുരടിപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ വിത്ത് അങ്ങോട്ട്, ആ വിശ്വാസം വളർന്നു വരത്തില്ല. ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഈ മാർത്ത, താവേ, നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ. നീ എന്ത് ചെയ്യുക? ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തടസ്സം. ഹല്ലേലൂയ. നമ്മുടെ അവിശ്വാസം, ഭയം, ഭീരുത്വം, ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് ആശ്രയം വെപ്പാനുള്ള ഒരു മടി, ഇതൊക്കെ വരുമ്പോൾ കർത്താവിന് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മളിലേക്ക് ഒന്ന് ഇറങ്ങി വരുവാൻ, നമ്മളെ കർത്താവിന്റെ നിവാസമാക്കി മാറ്റുവാൻ വലിയ അവിശ്വാസം നിർത്താൻ ദൈവത്തിന് അവിടെ വലിയ അത്ഭുതങ്ങളൊന്നും ചെയ്യുവാൻ സാധിച്ചില്ലെന്നാ എഴുതിയിരിക്കുന്നത് വേറൊരിടത്ത്. അതുകൊണ്ട് കർത്താവ് എന്നെ എന്ത് ചെയ്തു? അവളോട് നോക്കി, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ, കർത്താവ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നെന്ന് ഞാൻ അറിയുന്നു. എന്നിട്ട് അവിടെ നിന്ന് പുരുഷാരത്തോട് പറഞ്ഞു, എന്ത് ചെയ്യാ? നിങ്ങൾ എന്ത് ചെയ്യാ? കല്ലൊന്ന് ഉരുട്ടി മാറ്റണം. ഹല്ലേലൂയ. ഇല്ലേ? അതിന്റെ മേളത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, കർത്താവ് കല്ലെന്ത് ചെയ്യാ? ഒന്ന് അവനെ വെച്ചത് ഇവിടെ 39-ാം വാക്യം, കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. ഹല്ലേലൂയ. പലപ്പോഴും ചില കല്ലുകൾ നമുക്ക്
കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലോട്ട് വരാതെ ചില കല്ലുകൾ ഇങ്ങനെ അടച്ച് നമ്മളെ അങ്ങോട്ട് നടത്തത്തില്ല. പിശാച് എന്ത് ചെയ്യാം? അവിശ്വാസികളുടെ മനസ്സെന്ത് ചെയ്തു? കുരുടാക്കി എന്നാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ഈ കുരുട്ട് കണ്ണിക്കൂടെ ഒന്നും ദൈവത്തെ നമുക്ക് എന്ത് ചെയ്യാം? നേരാവണ്ണം കാണുവാൻ സാധിക്കത്തില്ല. കർത്താവിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും തന്നെ വാസ്തവമായി അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കേണ്ടതല്ലയോ എന്ന് നാം വിശ്വസിക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയയില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നാം ആ ഉറപ്പ്, ഹല്ലേലൂയ, ആ ക്രിസ്തുവാകുന്ന പാറമേലാണോ ഞാൻ ഏറെ കുലുങ്ങുകയില്ല. അവിടുന്ന് എന്റെ സങ്കേതമാകുന്നു. അവിടുന്ന് എന്നെ കൈവിടുന്ന ദൈവമല്ല. തന്നിൽ ആശ്രയിക്കുന്നവരെ ഒരു നാളും ഉപേക്ഷിക്കുന്നില്ല. ആ ഒരു രക്ഷയുടെ ഉറപ്പ്, ആ രക്ഷയാകുന്ന പാറയിലുള്ള നമ്മുടെ ആ ഉറപ്പും ആ വിശ്വാസവുമാണ് നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവിന്റെ സാന്നിധ്യം, ഹല്ലേലൂയ, ആ ജീവന്റെ ഉറവ നമ്മളിലേക്ക് ഒഴുകുവാൻ കർത്താവ് സഹായിക്കുന്നത്. ഹല്ലേലൂയ. അതിനായി നമ്മളെ സഹായിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അതാണ് കർത്താവ് പറഞ്ഞത്, തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ ഈ അപേക്ഷ കേട്ടു. അപ്പൊ ഇവിടെ അധികാരം ദൈവം കൊടുത്തിരിക്കാം. സ്വർഗത്തിലും ഭൂമിക്കും സർവ്വ അധികാരവും എനിക്ക് എന്ത് ചെയ്യാം? നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് അധികാരം എന്ത് ചെയ്യാം? കർത്താവ് തന്ന അധികാരം ലൂക്കോസിലെ സുവിശേഷത്തിലെ എഴുതിയിട്ടുണ്ട്. അധികാരം തന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വാക്കിൽ എഴുതിയിട്ടുണ്ട്. ഈ വാഴ്ചകളെ അധികാരങ്ങളെ എല്ലാ ആയുധവർഗം വെപ്പിച്ചിട്ട് ആ അധികാരം ആർക്ക് കൊടുത്തു? കർത്താവ് തന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തു. ഹല്ലേലൂയ. ഈ പത്രോസിനോട് അതാ പറഞ്ഞ, നീ ഭൂമി കെടുന്നതൊക്കെയും എന്ത് ചെയ്യാ? സ്വർഗത്തിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അധികാരം നാം പ്രാപിക്കണമെങ്കിൽ നാമും ദൈവവുമായുള്ള റിലേഷൻഷിപ്പിലേക്ക് സാധിക്കത്തുള്ളൂ. നാം എഴുന്നേറ്റിരുന്നതോ 100 പ്രാവശ്യം പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാത്തത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ കൂടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ, അവിടുന്ന് കമാൻഡ് തരുന്നതിനനുസരിച്ച് വേണം നാം എന്ത് ചെയ്യണം? ഹല്ലേലൂയ, മുമ്പോട്ട് പോകാൻ. ആണ് ഈ ആത്മാവിനെ അനുസരിച്ച് നാം ജീവിക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് സാധ്യമാകുകയുള്ളൂ. ഹല്ലേലൂയ. അവനിൽ ഈ പ്രത്യാശ ഉള്ളവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നിർമ്മലനാകുമ്പോ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ആത്മാവ് വരുവാനുള്ള ഒരു തടസ്സം, കർത്താവേ നീ എന്നെ ഒന്ന് ശുദ്ധിയാക്കണമേ, നീ ഒന്ന് കഴുകണമേ. ഹല്ലേലൂയ. സാന്റിഫിക്കേഷൻ, കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, സാന്റിഫിക്കേഷൻ. ആ കർത്താവ് നമ്മളെ ഒന്ന് വിളിച്ചവരെ ഒന്ന് നീതീകരിച്ച് എന്ത് ചെയ്യുക? തേജസ്കരിക്കുക. ഹല്ലേലൂയ. അപ്പൊ ഇതിന്റെ പ്രോസസ്സില് നമ്മളെ ഒന്ന് ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ, കാൽവരി ക്രൂശിലെ ആ രക്തത്താൽ നമ്മളെ ഒന്ന് വെടിപ്പാക്കിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുക? ലോകത്തിൽ നിന്നുള്ള ഒരു വേർപാട് നമുക്ക് സാധ്യമാകുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മനുഷ്യരല്ല. ഹല്ലേലൂയ. രാജകീയ പുരോഹിത വർഗമാണ്. ഹല്ലേലൂയ. അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഇവിടെ ലാസറിനോട് പറഞ്ഞു, എന്ത് ചെയ്യുക? ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ ഹിതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വമാണ്. ഈ ലാസറിന് അടക്കി 4 ദിവസമായി നാറ്റം വെച്ചു. ചിലപ്പം ചിലർ പറയും, അത് ബ്രെയിൻ ഡെത്ത് ആണെന്നൊക്കെ ഇന്നത്തെ കാലത്താണ് ഇത് വ്യാഖ്യാനിക്കാം. അതുകൊണ്ടാണ് കർത്താവ് അതെന്ത് ചെയ്യുക? നാറ്റം വെച്ച് ആ ശരീരം, ശരീരം, ഹല്ലേലൂയ, ഒരു ഹോപ്പും ഇല്ലാത്തടത്ത്, ഹല്ലേലൂയ, നമ്മുടെ അവിശ്വാസത്തെ എല്ലാം കർത്താവ് മാറ്റിയിട്ട് ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തിയത്, ഹല്ലേലൂയ, മാത്രമേ ദൈവം നമുക്ക് കാണിച്ചു തന്നിരിക്കുക. വിഷയം ഏതെങ്കിലും ആയിക്കോട്ടെ, എത്ര നാറ്റം വെച്ച്, എത്ര പഴയ വിഷയം, കർത്താവെ നാം പലപ്പോഴും വിചാരിക്കും എഴുതി തള്ളിയ വിഷയം. ഹല്ലേലൂയ. വചനം പറയുന്നത് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാൽ സകലവും സാധ്യം. ഹല്ലേലൂയ. രാവിലെ സമയം നമ്മുടെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നാം ആയിരിക്കുമ്പോൾ, കർത്താവേ എന്നെ അതിനായിട്ടൊന്ന് ഒരുക്കണമേ, എന്നെ അതിനായി ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ നിന്റെ സാന്നിധ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നീ അവിടുന്ന് എന്നെ ആ ക്രിസ്തുവാകുന്ന പാറയില്, ഹല്ലേലൂയ, എന്നെയും കൂടെ ചേർത്തൊന്ന് പണിയണമേ. ഹല്ലേലൂയ. പലപ്പോഴും മനുഷ്യരെല്ലാം കൈവിടും. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ എന്ത് ചെയ്യാ? നമ്മുടെ കഷ്ടകാലത്ത് ഒരു മനുഷ്യൻ നമ്മുടെ കൂടെ നിൽക്കത്തില്ല. രോഗം പല നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുക. ആദ്യമൊക്കെ ആളുകളൊക്കെ വന്ന് കാണും. ഹല്ലേലൂയ. എന്നാല് നമ്മളെ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും അങ്ങ് മടക്കും. എന്നാൽ ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കാത്ത, ഒരിക്കലും നമ്മളെ കൈവിടാത്ത ആ ദൈവത്തിന്റെ സാന്നിധ്യം ആണ് അവരെ അനുഗമിച്ച പാറ. ഹല്ലേലൂയ. ആ അനുഗമിക്കുന്ന പാറ. ഹല്ലേലൂയ. മോശയോട് പറഞ്ഞ, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ
പോരും. ഹല്ലേലൂയ. നല്ലൊരു ദൈവമാണ്. ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആ ദൈവമാണ് നമ്മെ വിളിച്ചത്. ഹല്ലേലൂയ. ആ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നാം എന്ത് ചെയ്യാ? ഹീറോ. ദൈവം നമ്മോട് കൂടെ ഇല്ലേ? സീറോ. ഹല്ലേലൂയ. നമുക്ക് ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. എന്റെ ദൈവത്താൽ സകലവും സാധ്യം. എന്റെ ദൈവം എന്നെ ലോകസ്ഥാപനത്തിന് മുമ്പേ വിളിച്ച ദൈവം, സകലവും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ തത്വത്തിന്റെ മുദ്ര. ഹല്ലേലൂയ. സകലവും ഒന്നാക്കേണ്ടതിന് അവൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ. സ്വർഗങ്ങളിലേക്ക്, ആകാശങ്ങളിൽ കടന്നുപോയ മഹാപുരോഹിതനായി സ്വർഗത്തിൽ അവിടുന്ന് ജീവിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്റെ ഉള്ളിൽ വന്ന് എന്നോടുകൂടെ വസിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തെ ഹല്ലേലൂയ നാം മുറുകെ പിടിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മുടേക്ക് എന്ത് ചെയ്യുക? ആ വചനത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവൻ അവർക്ക് വഴി കാണിക്കേണ്ടതിനെ പകൽ മേഘസ്തംഭത്തിലും ഹല്ലേലൂയ രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. ആ മരുഭൂമിയുടെ അവസ്ഥയിൽ, ആ ചൂടേറിയ പകലാണെങ്കിൽ എന്ത് ചെയ്യാം? മേഘസ്തംഭം എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ എത്ര ഡിഗ്രി സെന്റിഗ്രേഡാ? 45, 50. നമ്മൾ AC ഇല്ലാതെ നമ്മുടെ വീട്ടിലൊന്ന് 2 ദിവസം ഒന്ന് ഇരുന്ന് നോക്ക്. പ്രത്യേകിച്ച് അമേരിക്കയിൽ ഒരു തണുപ്പ് വരുന്നത് തന്നെ ഐസ് പോലെ തണുപ്പ്, അതിൽ ചൂടാണെ അതുപോലെ. കേരളത്തിൽ പിന്നെ ഒരു നോർമൽ ടെമ്പറേച്ചർ ആയതുകൊണ്ട് നമുക്കത് അത്ര ഫീൽ ചെയ്യത്തില്ല. അവിടെ മേഘസ്തംഭവും അഗ്നിസ്തംഭവും ഇല്ലെങ്കിൽ എങ്ങനെ അവർ കഴിഞ്ഞു പോകും? ഹല്ലേലൂയ. എന്നാൽ ആ മേഘസ്തംഭവും അഗ്നിസ്തംഭവുമായിട്ട് തന്റെ ജനത്തെ മരുഭൂമിയിൽ നടത്തിയ ദൈവം, വചനം പറയുന്നത് യേശു ക്രിസ്തു മാറാത്തവൻ, അവൻ ഇന്നലെ ഇന്നും എന്നേക്കും അനന്യൻ. ഹല്ലേലൂയ. അന്നത്തെ ദൈവം തന്നെ ഇന്നും ഹല്ലേലൂയ നമ്മെ നടത്തുവാൻ ശക്തനാണ്. പിതാക്കന്മാരോടുകൂടെ ഇരുന്ന ദൈവം നമ്മോടുകൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തെ നാം ഒന്ന് എന്ത് ചെയ്യണം? രുചിച്ചറിയണം. ആ ദൈവത്തിലേക്ക് നാം ഒന്ന് ആശ്രയം വെക്കണം. നമ്മുടെ ഹൃദയം അവങ്കിലേക്കൊന്ന് പകരുമ്പോൾ ഹല്ലേലൂയ ആ ക്രിസ്തുവാകുന്ന പാറ, ആ ഉറപ്പുള്ള പാറ, ഹല്ലേലൂയ ആ പാറ എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നത് എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്, തിരുവെഴുത്ത് പറയുന്നത് പോലെ, ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. നമുക്ക് ആ ജീവൻ ഒന്ന് കിട്ടണം. ഈ ലാസർ മരിച്ചവനായിരുന്നു. ഹല്ലേലൂയ. ഒരു കുഴപ്പമില്ല. എന്നാൽ കർത്താവിന്റെ ആ ശബ്ദത്തെങ്കിലും എന്ത് ചെയ്തു? ഹല്ലേലൂയ. ലാസർ എഴുന്നേറ്റ് വന്നു. ഹല്ലേലൂയ. ആ ജീവൻ പ്രാപിച്ചു. മനസ്സ് വിട്ടുപോയ ആ ശരീരത്തെ എന്ത് ചെയ്യുക? ജീവൻ പ്രാപിച്ചു. അതാണ് കർത്താവ് പറഞ്ഞത്, എനിക്ക് പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കുന്നത് പോലെ പുത്രനും എന്ത് ചെയ്തു? പുത്രനും മരിച്ചവരെ ഉയർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഏതു മരിച്ച അവസ്ഥയിലും ആ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഹല്ലേലൂയ. അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നു മന്ന, ആ ശക്തിമാന്മാരുടെ അപ്പം അവരെന്ത് ചെയ്യുക? സംഘത്തിന് എഴുതുകളിൽ എന്ത് ചെയ്യുക? പറഞ്ഞിരിക്കുന്നു ശക്തിമാന്മാരുടെ അപ്പം, ആ മന്ന, ആ ഡെയിലി മന്ന. അതാണ് കർത്താവ് പറഞ്ഞ അന്നന്ന് ഞങ്ങൾക്കുള്ള ആഹാരം. ഈ രാവിലെ സമയം ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ കർത്താവേ ആ ജീവന്റെ വചനം. ഹല്ലേലൂയ. അത് കർത്താവിന്റെ ശരീരം എടുത്ത് വാഴ്ത്തി പറഞ്ഞിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരം. അത് കഴിഞ്ഞൊരു പാനപാത്രം കൊടുത്തു, ഇതെനിക്ക് അനേർക്ക് വേണ്ടി ചൊരിയുന്ന പുതിയ നിയമത്തിന്റെ രക്തം. നാം അത് കുടിക്കുമ്പോൾ ആ ശരീരം നാം ഭക്ഷിച്ച്, ഞാൻ എന്റെ യേശു എന്റെ ഉള്ളിലായി, ആ രക്തം ഞാൻ കുടിക്കുമ്പോൾ യേശുവിന്റെ രക്തം എന്റെ ശരീരത്തെ ശുദ്ധീകരിച്ചു എന്ന് നാം വിശ്വസിക്കുമ്പോൾ ഹല്ലേലൂയ ആ ശരീരം നമ്മുടെ ഉള്ളിലേക്ക് ജീവനായിട്ട് മാറും. രക്തം പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകമായിട്ട് നമ്മുടെ ഉള്ളിൽ അങ്ങ് ആകും. ഹല്ലേലൂയ. നമ്മെ ഒരു പുതിയ സൃഷ്ടിയായി ഇനി ജീവിക്കുന്നത് ഞാനല്ല, കർത്താവിന്റെ സാന്നിധ്യമാണ്. നാം ക്രിസ്തുവിനെ ഒരു വാസസ്ഥലമാക്കി മാറ്റി. ഹല്ലേലൂയ. ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ദിവസങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കും. നാം ക്രിസ്തുവിന്റെ ഒരു ശരീരമായി, സഭയായി മാറുക. ആ ശരീരത്തിനോട് ഒരു അവയവമായിട്ട് നാം അങ്ങ് മാറുക. അവന് നാം ഒന്നായി തീരുക. ഹല്ലേലൂയ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ഒന്ന് കർത്താവ് ആക്കുക. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യാം? സംഗീതത്തിൽ ഒരു വാക്യമുണ്ട്, അവർ അവനെ കൊല്ലുമ്പോൾ അവരവനെ അന്വേഷിക്കും, അവർ തിരിഞ്ഞ് ജാഗ്രതയോടെ അവനെ തിരയും. ഇല്ലേ? ദൈവം തങ്ങളുടെ പാറയെന്നും അത്യുതനായ ദൈവം തങ്ങളുടെ വീണ്ടെടുപ്പുകാരനെന്നും അവർ ഓർക്കും. ഹല്ലേലൂയ. പലപ്പോഴും നാം ചില കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു പോകും. എന്നാൽ ദൈവം നമ്മെ ഓർപ്പിക്കാൻ വേണ്ടിയാണ് ചില കഷ്ടത്തിലും പ്രയാസങ്ങളിലൂടെ ഒക്കെ നമ്മളെ നടത്തുന്നത്. ആ ദൈവം, അവിടുന്ന് ദൈവം നമ്മെ കൈവിട്ടിട്ടില്ല. അവിടുന്ന് ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. പരീക്ഷയോടുകൂടെ അവൻ എന്ത് ചെയ്യുക? പോക്കുവഴിയും ഉണ്ടാക്കും. ഹല്ലേലൂയ. നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിക്കാം. ഹല്ലേലൂയ. സംഖ്യാപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, അവർക്ക് എന്ത് ചെയ്യാം? ഒറ്റ രൂപത്തിന് എന്ത് ചെയ്യുക? കാടയെ ഇവരെ ഇറച്ചി വേണമെന്നൊക്കെ പറഞ്ഞപ്പോഴും എന്ത് ചെയ്യുക? ഏറ്റവും നല്ല ഫുഡ് നമ്മൾക്കും ഇവിടെ കിട്ടാൻ പോലും ഇല്ല. കാട ആ ഇറച്ചി എന്ത് ചെയ്യുക? കർത്താവ് കൊണ്ടുവന്ന് മരുഭൂമിയിൽ ഇങ്ങനെ അവനെങ്ങനെ കൊടുക്കാൻ പറ്റുമോ?
ഇവിടുന്ന് കൊണ്ടൊരു ഇത്രയും ഇറച്ചിയൊക്കെ മോശ പോലും ഡൗട്ടായി പോയി. എന്നാൽ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമായതല്ല. അപ്പം തന്ന ദൈവത്തിന് ഇറച്ചിയോടെ തരാതിരിക്കാൻ പറ്റുമോ? തരും. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവം ഇന്നും നടത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഹല്ലേലൂയ. വചനം പറയുന്നു, കർത്താവ് ഹല്ലേലൂയ കരുതുന്ന ദൈവമാണ്. യഹോവ അവൻ നിങ്ങൾക്കായി കരുതുന്ന, നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഹല്ലേലൂയ. പറയാവുന്ന ആ ഉറപ്പുള്ള പാറയിൽ നമ്മുടെ ആശ്രയമാണെങ്കിൽ നാം ഒരിക്കലും കുലുങ്ങി പോകത്തില്ല. നീതിമാൻ കുലുങ്ങി പോവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല. ഹല്ലേലൂയ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസഖ്യമാകുന്നു, അവയെല്ലാത്തിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. സാത്താൻ ചിലപ്പം പലപ്പോഴും പല പരീക്ഷകളും എന്ത് ചെയ്യുക, തന്ത്രങ്ങളൊക്കെ മെനയും നമ്മോട് തോറ്റു പോകാൻ അനുവദിക്കരുത്. ഹല്ലേലൂയ. കർത്താവിൽ അങ്ങ് ഉറപ്പോടെ ധൈര്യത്തോടെ കർത്താവിനെ അങ്ങ് മുറുകെ പിടിക്കുമ്പോൾ വചനം പറയുന്നത്, അവൻ നിങ്ങളോട് എന്ത് ചെയ്യുക, അടുത്ത് വരും, ഞാൻ നിങ്ങളോടും അടുത്ത് വരും. ആ കർത്താവിന് ആശ്രയമായിരിക്കുമ്പോൾ കർത്താവ് നമ്മെ എന്ത് ചെയ്യുക, അവനോട് ചേർത്ത് അവന്റെ മറവെങ്കിൽ അവന്റെ തൂവൽ കീഴിൽ നമ്മളെ അങ്ങോട്ട് പ്രൊട്ടക്ട് ചെയ്ത് വെക്കും. ഹല്ലേലൂയ. ഒരു ശത്രുവിൽ നമ്മെ കാണുവാൻ അവിടുത്തെ അനുവദിക്കയില്ല. അവിടെ പത്രോസിന്റെ ലേഖനത്തിൽ ഈ വാക്യങ്ങള് പത്രോസ് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 1 പത്രോസ് 2-ാം അധ്യായത്തില്, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്ന ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവഴുത്തിൽ കാണുന്നുവല്ലോ. മാന്യതയുണ്ട്. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. ഹല്ലേലൂയ. വചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഹല്ലേലൂയ. കറുത്തു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ആ ഉറപ്പ് പത്രോസിനുണ്ട്. ഹല്ലേലൂയ. പത്രോസിന്റെ അനുഭവത്തിൽ കൂടെയാണ് പറഞ്ഞത്. ആളിൽ മീൻ പിടിക്കാൻ പോയി, കർത്താവിനെ തള്ളി പറഞ്ഞു, നാലും എന്ത് ചെയ്തു, പത്രോസിനെ തേടി വന്ന. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ എന്തും ബന്ധിക്കുന്നു. ഹല്ലേലൂയ. 100 ആടിലെ ഒരാടിനെ കാണാതെ പോയ 99 വിട്ടേച്ച് കാണാതെ പോയതിനെ ഹല്ലേലൂയ തേടി വരുന്ന കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സമയം നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അതിന്റെ ആദ്യത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? 2-ാം വാക്യത്തില്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. വചനം അറിയത്തില്ലെങ്കിൽ റിബേക്കയിലെ എലയാസുമായിട്ട് കടന്നു വരുമ്പോഴേ റിബേക്കയോട് ഇങ്ങനെ എലയാസറ് ഇസാക്കിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അപ്പോഴാണ് ദൂരെ നീ ഇസാക്കിനെ കണ്ടപ്പോ എന്ത് ചെയ്തു, പുരുഷനേതാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, റിബേക്ക താഴെ ഇറങ്ങി. ഹല്ലേലൂയ. മൂടുപടം എടുത്ത് എന്ത് ചെയ്യുക, മൂടി. ഹല്ലേലൂയ. ആ കർത്താവിന്റെ പരിശുദ്ധാത്മാവ്, ലേസ എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ നയിക്കുക. എങ്ങോട്ട് നയിക്കുക? ആ ക്രിസ്തുവാകുന്ന ആ പാറ. ഹല്ലേലൂയ. അവിടുന്ന് നമുക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കാൻ പോയിരിക്കുക. ആ കർത്താവ് വരുമ്പോ എന്ത് ചെയ്യുക, നിങ്ങളെയും എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നു, പത്രോസിന്റെ ലേഖനത്തിൽ നാം വായിച്ചത്, മനുഷ്യർ തല്ലെങ്കിൽ ദൈവത്തിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ നിങ്ങൾ വന്നിട്ട്, താട്ട് വായിക്കുമ്പോഴേ, കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കത്തക്കവണ്ണം വിശുദ്ധ പുരോഹിതന്മാർ പണിയപ്പെടുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ വരവേറ്റവും അടുത്തിരിക്കുക. ഇങ്ങനെ ഒരു പണിയപ്പെട്ട, ഹല്ലേലൂയ, ഒരുക്കിയ, ചെത്തിമിനുക്കിയാക്കിയ, ഹല്ലേലൂയ, ഒരു മണവാട്ടിക്ക് വേണ്ടിയാണ് കർത്താവ് വരുന്നത്. ഹല്ലേലൂയ. വരുന്ന കർത്താവിന്റെ വരവേറ്റവും അടുത്തിരിക്കുന്ന നമ്മൾ കേട്ട് ഓരോ ദിവസവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നാം ആ ജീവൻ പ്രാപിച്ചില്ലെങ്കിൽ, ആ ജീവൻ പ്രാപിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ മർത്യ ശരീരത്തെ എന്ത് ചെയ്യും? അവൻ എന്ത് ചെയ്യും? ജീവിപ്പിക്കും. ഹല്ലേലൂയ. പിന്നെ സക്രിയാനിലുണ്ട്, സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ദൈവത്തിന്റെ ആത്മാവിനാലത്രേ. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് ദാനം ചെയ്തത് അതിനു വേണ്ടിയാണ്. ഹല്ലേലൂയ. അവന്റെ സ്വരൂപത്തോടെ അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ നമ്മൾ അറിയുമ്പോൾ അവന്റെ ആ സ്വരൂപത്തോട് നമ്മൾ എന്ത് ചെയ്യുക? കർത്താവിനെ അനുരൂപമാക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ. ദിവസം നമ്മൾ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കാം. നമുക്ക് നമ്മുടെ കർത്താവിന്റെ വരവേറ്റ
ഏറ്റവും അടുത്തേക്ക് പോയി. ഹല്ലേലൂയ. ആ പാറ, ആ ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന് ആ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ച് അത് നമ്മളിൽ കൂടി ഒരു ജീവജല നദിയായി ഒഴുകുന്നുവെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് വരുമ്പോ ആ കാഹള ശബ്ദം നാം കേൾക്കും. ഹല്ലേലൂയ. മരിച്ചവരെന്ത് ചെയ്യും? അക്ഷരായി ഉയർക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. തെസ്സലോനിക്കയിൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവിന്റെ വരവിനെ പറ്റി അവിടെ എഴുതിയിരിക്കുന്നു. 1:16 കർത്താവ് താൻ ഗംഭീരനാദത്തോടും ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഹല്ലേലൂയ. ഈ ഇസാക്ക് ആ മരുഭൂമിയിൽ വെച്ച് ആ റിബേക്ക എന്ത് ചെയ്തു? ഹല്ലേലൂയ, എതിരേൽക്കാൻ ചെന്നതുപോലെ. ഹല്ലേലൂയ. ഈ ഭൂമി വരത്തില്ല. രഹസ്യപരമുണ്ട്, പരസ്യപരമുണ്ട്, രണ്ടുപരമുണ്ട്. കർത്താവിന്റെ വരവിന് 2 സെക്ഷനാ. ഒന്ന്, കർത്താവിന്റെ സഭ എന്ത് ചെയ്യും? ആ മഹോപദ്രവ കാലത്തിന് മുമ്പേ കർത്താവ് ചേർക്കും. ഹല്ലേലൂയ. അവിടുന്ന് നമ്മളെ ഒരിക്കലും ആ ഉപദ്രവത്തിൽ കൂടി കടന്നു പോകാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അത് കഴിഞ്ഞാണ് എന്ത് ചെയ്യുക? കർത്താവും വിശുദ്ധന്മാരുമായിട്ട് വന്ന് ഇവിടെ അഹിരമാണ്ട് വാസിക്കുക. അത് കർത്താവിന്റെ മഹത്വമുള്ള പ്രത്യക്ഷ. അതിനു മുമ്പേ സീക്രട്ട് കമ്മിങ് ഉണ്ട്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തുകയും ചെയ്യും. ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശമേഘത്തിൽ അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവേൻ. ഹല്ലേലൂയ. ജീവനോടെ ശേഷിക്കുന്ന നാം, ഹല്ലേലൂയ, ഒന്ന് ക്രിസ്തുവിൽ മരിച്ചവർ. ഹല്ലേലൂയ. ഒന്ന് ജീവനോടെ എന്ന് പറഞ്ഞാൽ, ജീവനോടെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആ ക്രിസ്തുവാകുന്ന ആ ആത്മീയ പാറയിൽ നിന്നും, ഹല്ലേലൂയ, നാം കുടിച്ചെങ്കിൽ മാത്രമേ ആ ജീവൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ആ ക്രിസ്തുവാകുന്ന ആ പാറയിൽ നിന്നുള്ള ജീവൻ നമ്മളിൽ ഉണ്ടെങ്കിൽ, ആ ആത്മാവിന്റെ ശബ്ദം നാം കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, നാം അവനോടൊപ്പം ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. അതാണ് പുനരുത്ഥാനത്തിന്റെ ശക്തി. ഹല്ലേലൂയ. അതൊന്ന് പ്രാപിച്ച് നാമും അവനുമായിട്ടൊരു നിവാസമായിട്ട് ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അത് സാധ്യമാകുള്ളൂ. അല്ല ലാസ്റ്റ് മൊമെന്റ് ചെന്ന് കർത്താവെ തുറക്കണമേ 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 എന്ന് നാം ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കത്തില്ല. നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. കർത്താവെ, ഞാൻ ഇതാ നിന്റെ പാദപീഠത്തിലേക്ക് വരുന്നു. കർത്താവെ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിന്ന് വ്യാപരിക്കട്ടെ. കർത്താവെ, എല്ലാ പ്രതികൂലങ്ങളും, എല്ലാ ഭാരങ്ങളും എല്ലാം ഒന്ന് നീങ്ങിപ്പോട്ടെ. എല്ലാ കല്ലുകളും റോൾഡ് അവേ, ഓൾ ദ ബർഡൻസ്. ഹല്ലേലൂയ. എല്ലാ ഭാരങ്ങളും ഒന്ന് നീങ്ങിപ്പോട്ടെ. നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഇന്ന് ഏൽപ്പിക്കാം. ഒരു മിനിറ്റ് നമുക്ക് കണ്ണുകടച്ച് കർത്താവ് തലകൾ വണക്കി ഹല്ലേലൂയ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവേ, ഹല്ലേലൂയ, രാവിലെ സമയത്തിനായ സ്തോത്രം കർത്താവേ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചതിനായ സ്തോത്രം കർത്താവേ. അവരെല്ലാം ഒരു ആത്മീയ പാറയിൽ നിന്ന് കുടിച്ചു. ഹല്ലേലൂയ. ആ ജീവനുള്ള ജലനദിയിൽ കർത്താവേ, ഞങ്ങൾ കർത്താവേ അതിനായി നിന്റെ അടുക്കിലേക്ക് വരുന്ന കർത്താവേ, വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് വ്യാപരിക്കുന്ന ആ ശക്തിയുടെ അളവറ്റ വലിപ്പം കർത്താവേ, ആത്മാവിനെ അളവ് കൂടാതെ പകരുന്ന ദൈവത്തിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ വരുന്ന കർത്താവേ. ഹല്ലേലൂയ. ആ ജീവജലം ഞങ്ങളിൽ നിന്ന് ഒഴുകട്ടെ കർത്താവേ. ഞങ്ങളും ജീവൻ പ്രാപിച്ച് കർത്താവേ, ആ ജീവനുള്ള കല്ലുകളായി തീർന്ന കർത്താവേ. ഹല്ലേലൂയ. ഭൂമിയിൽ വാഴുന്നു എന്നുള്ള വചനപ്രകാരം കർത്താവേ, നീ അവിടുന്ന് വരുമ്പോൾ ആകാശമേഘങ്ങളിൽ ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ എടുക്കപ്പെടുവാനും കർത്താവേ നീ ഞങ്ങളെ വിളിച്ചിരിക്കയാൽ സ്തോത്രം കർത്താവേ. ഞങ്ങൾ കർത്താവിന് ഒരു നിവാസമായി ഇവിടെ തീരട്ടെ കർത്താവേ. ആകാശമേഘങ്ങളിൽ കർത്താവ് വരുമ്പോൾ അവന്റെ മുഖം കണ്ട് സന്തോഷിപ്പാൻ എല്ലാവരെയും സഹായിച്ചാട്ടെ. മോചനം കേട്ട എല്ലാ മക്കളെയും കർത്താവെ നീ ആത്മീയ ഭൗതികമായി അനുഗ്രഹിച്ചാട്ടെ കർത്താവെ. ജീവൻ പ്രാപിച്ച് ജീവനുള്ളവരായി കർത്താവിന്റെ പ്രത്യക്ഷതയിൽ കാണുവാൻ എല്ലാവർക്കും സഹായിക്കും. മാനവമൂത്തം കർത്താവിനായി തന്നെ ലൈൻ നീടിയുന്ന കർത്താവിന്റെ ദാസിക്കായ സ്തോത്രം ജോസഫ് മാത്യു പാസ്റ്റർ കുടുംബമായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന എല്ലാ പ്രിയമക്കളെയും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന എല്ലാറ്റിനും വരവിനായി ഞങ്ങളെ ഒരുക്കും അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ജീവൻ എന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയായി കേൾക്കണമേ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ജോർജ് ബ്രദറെ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവീയ ആലോചനകളെ കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചല്ലോ. കർത്താവിന്റെ വലിയ കൃപയെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ദാസന ദൈവം ശക്തമായ കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ. അല്ല കേട്ട വചനത്തിനു മുമ്പ് നമ്മെ തന്നെ ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അവരെ അനുഗമിച്ച ആത്മീയ പാറ എന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന വചനത്തിൽ വായിക്കുന്നല്ലോ. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകുവാൻ അവൻ സമ്മതിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. മറ്റൊരു വചനം പറഞ്ഞു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായ അവരുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല. നാം ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, ദൈവവചനത്തിൽ വിശ്വസിക്കുമ്പോൾ, ദൈവവചനത്തെ നാം ഏറ്റെടുക്കുമ്പോൾ, ദൈവവചനത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മെ ലജ്ജിപ്പിക്കാതെ നമ്മുടെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. അബ്രഹാമിന്റെ മുഖത്തെ ആദരിച്ചതുപോലെ ഹല്ലേലൂയ
നമ്മെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. നമ്മെ എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കുന്ന വിവിധ വചനങ്ങളിലൂടെ കർത്താവിന്റെ ദാസൻ നമ്മോട് സംസാരിപ്പാൻ്റെ ഒക്കെ ഇടയായി തീർന്നല്ലോ. കേട്ട വചനത്തിനും നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ലാസറിനെ ഉയർപ്പിച്ച ദൈവ സാന്നിധ്യം, ഹല്ലേലൂയ, ദൈവശക്തി, ആ പുനരുദ്ധാനത്തിന്റെ ശക്തി നമ്മുടെ എല്ലാ വിഷയങ്ങളുടെ നടുവിലും ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. ജീവനില്ലാതെ കിടക്കുന്ന, ചലനമില്ലാതെ കിടക്കുന്ന ചില വിഷയത്തിന് മേൽ ദൈവത്തിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി വെളിപ്പെട്ടു വരട്ടെ. റിഗമനക ശംധനാജന വൈഡൽഖമനഘടകസി. രാത്രികാലം ഇവിടുത്തെ രാത്രിയിലുള്ള പ്രഭാതത്തിലും നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാ, ഇന്നോ ജീവിക്കുന്ന ദൈവമാ. നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ, നമ്മുടെ വിഷയങ്ങളെ ജീവിപ്പിക്കുവാൻ കഴിവുള്ളവൻ നമ്മോട് കൂടെയുള്ളത് കൊണ്ട് അധൈര്യപ്പെട്ടു പോകാതെ കർത്താവിനോട് ശക്തമായി നിൽക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. അവൻ നമ്മെ പണിയട്ടെ, അവൻ നമ്മെ ഉപയോഗിക്കട്ടെ. ദൈവകരങ്ങളിൽ ഒരു മാനപാത്രമായി ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ. രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ശക്തമായി നമ്മെ ഉപയോഗിക്കുവാൻ ബലമുള്ള കാര്യങ്ങൾ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ജോയിൻ ചെയ്ത എല്ലാ ദൈവങ്ങളെ ഓർക്കാണ്ട് ഡയാലസിലും കേരളത്തിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ വഹിച്ചു പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കുവാൻ, ദൈവത്തിന്റെ വലിയ സാന്നിധ്യമോടൊന്ന് പകരേണ്ടതിനായി കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളെയും ഓർത്ത് ബലാലിയാൻറ്റി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. തന്റെ ദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാൻ ദൈവം സഹായിച്ചല്ലോ കർത്താവേ. ദാസനേനായി ബലപ്പെടുത്തിയനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുകളിൽ ലജ്ജിച്ചു പോവാൻ ദൈവം ഇടയാക്കിയതുമില്ലല്ലോ കർത്താവെ. കേൾക്കുവാൻ തക്കവണ്ണം കർത്താവെ സഹായിച്ച ദൈവമേ, ലാസറിനെ ഉയർപ്പിച്ച ദൈവം കർത്താവെ, നിർത്തിയമായതിനെ ഹാലേലിയ വിശ്വാസ ദൈവമേ, ഹാലേലിയ ഉയർപ്പിച്ചതുപോലെ കർത്താവെ, ഹാലേലിയ ദൈവം ജീവൻ കൊടുത്തതുപോലെ കർത്താവിന്റെ സന്നിധിയിലെ ഹാലേലിയ കടന്നു വന്ന് കർത്താവെ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നവരാരും ലജ്ജിച്ചു പോകാതെ, ആരും കർത്താവെ കഷ്ടപ്പെടാതെ, ഹാലേലിയ അപ്പാ ദൈവം കാക്കുന്ന ഒരു ദൈവമാണ്. നിങ്ങൾ കേൾക്കുവാൻ ദൈവമേ ഇടയാക്കിയതുപോലെ ദൈവത്തിന്റെ സന്നിധി തന്റെ ദാസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വീണ്ടും കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവമേ, ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിനായി നിൽപ്പാനും കർത്താവെ, അനേകരെ വനത്തിലൂടെ ഉറപ്പിക്കുവാനും ദൈവമേ ദാസനെ ദൈവം കണ്ടിരിക്കാല് സ്തോത്രദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സൂമിലും കർത്താവെ, തന്റെ ദാസന് ഒരു അനുഗ്രഹപാത്രമാണല്ലോ കർത്താവെ, അനുഗ്രഹ വിഷയമാണല്ലോ. ദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ,